ഒരിക്കൽ ഒരു യുവാവും ഭാര്യയും കൂടി അനാഥാലയ നടത്തിപ്പുകാരനായ ഫാദറിൻ്റെ മുന്നിൽ ചെന്നു. അവർക്കൊപ്പം അവരുടെ കുട്ടികളും പ്രായമായ പിതാവും ഉണ്ടായിരുന്നു. വളരെ താഴ്മയോടും ദുഃഖത്തോടും കൂടി അവർ വരാന്തയിലിരുന്ന പിതാവിനെ ചൂണ്ടി ഫാദറിനോട് പറഞ്ഞു, ഫാദർ, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ പിതാവിനെ ഈ അനാഥാലയത്തിൽ ചേർക്കണം. ഞങ്ങളുടെ വീട് വളരെ ചെറുതാണ്. എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യമില്ല. പോരാത്തതിന് ജോലിത്തിരക്കുകൾ മൂലം ഞങ്ങൾക്ക് അച്ഛനെ നന്നായി ശ്രദ്ധിക്കാനും കഴിയുന്നില്ല. ഇതിനിടയിൽ വേണം ഈ 2 കുട്ടികളുടെ കാര്യവും നോക്കാൻ. യുവാവ് പറഞ്ഞു നിർത്തിയതും ഫാദർ തുടർന്നു, ഇവിടെ പൂർണ്ണമായും അനാഥരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. നിങ്ങളുടെ പിതാവ് അനാഥനല്ലല്ലോ. മകനും മരുമകളും കൊച്ചുമക്കളും ഒക്കെയുള്ള ആളല്ലേ. പിന്നെ എങ്ങനെ ഇവിടെ ചേർക്കാനാവും? ഫാദർ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. അയാൾ വീണ്ടും തുടർന്നു, അങ്ങനെ പറയരുത് ഫാദർ. എത്ര രൂപ വേണമെങ്കിലും ഡൊണേഷൻ തരാം. ഞങ്ങളെ കൈവെടിയരുത്. ഫാദർ ഒന്നും മനസ്സ് വെച്ചാൽ മതി, എല്ലാം നടക്കും. അനാഥനായി പരിഗണിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ ഇവിടെ ചേർക്കാമല്ലോ. ഫാദർ അതിശയത്തോടെ പറഞ്ഞു, അനാഥനായിക്കൊണ്ട് അല്ലേ? കൊള്ളാം. ഫാദർ അവരെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പൂർണ്ണമായും അനാഥരല്ലാത്തവരെ അംഗങ്ങളായി ചേർക്കാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ കള്ളം എഴുതിച്ചു കൊണ്ട് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ ഞാൻ കുറ്റക്കാരനാവും. എൻ്റെ ജോലി പോലും നഷ്ടമാകും. പോരാത്തതിന് ഒരിക്കൽ ഇതുപോലെ ഒരാൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ ഭാവിയിൽ ഇതുപോലെയുള്ള ഒരുപാട് അപേക്ഷകൾ ഞങ്ങളെ തേടിയെത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റില്ലെന്ന്. ഈ സമയം യുവാവിൻ്റെയും യുവതിയുടെയും മുഖം വിവർണമായി. അവർ പരസ്പരം നോക്കി. തുടർന്നും ദയനീയമായി ഫാദറിനെയും. ഈ സമയം ഫാദർ അവരെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ എത്ര ആലോചിച്ചിട്ടും കണ്ടെത്താനാവുന്നില്ല. പിന്നെ എൻ്റെ മുന്നിലുള്ള ഏക പോംവഴി ഒന്ന് മാത്രമാണ്. അതൊന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു പക്ഷേ എന്നോട് ദേഷ്യം തോന്നുകയുമാകാം. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു മാർഗമേ കാണുന്നുള്ളൂ. ആ യുവാവ് ആകാംക്ഷയോടെ ഫാദറിനോട് ചോദിച്ചു, എന്താണെങ്കിലും പറയൂ ഫാദർ. ഫാദർ പറഞ്ഞു തുടങ്ങി, എല്ലാവർക്കും കൂടി താമസിക്കാൻ വീട്ടിൽ സൗകര്യമില്ല. കൊച്ചു വീടാണ്. ഇതാണല്ലോ നിങ്ങളുടെ പ്രധാന പ്രശ്നം. പിന്നെ ജോലിത്തിരക്ക് മൂലം കുട്ടികളെയും അച്ഛനെയും ഒരുമിച്ച് നോക്കാൻ കഴിയുന്നില്ല എന്നതാണല്ലോ രണ്ടാമത്തെ പരാതി. ഇതിനുള്ള ഏക പരിഹാരം ഇവിടെ മുതിർന്നവരെ താമസിപ്പിക്കുന്ന അനാഥ മന്ദിരത്തോടനുബന്ധിച്ച് കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു അനാഥ മന്ദിരമുണ്ട്. അവിടെ അനാഥരല്ലാത്ത മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിയാത്ത കുട്ടികളെയും ചേർത്തിട്ടുണ്ട്. ആ അനാഥ മന്ദിരത്തിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുക. അപ്പോൾ പിന്നെ വീട്ടിൽ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമാകും. കുട്ടികളെ നോക്കാനായി സമയം ചിലവഴിക്കുകയും വേണ്ട. പിതാവുമൊത്ത് നിങ്ങൾക്ക് കഴിയുകയുമാവാം. ഫാദറിൻ്റെ പരിഹാര മാർഗം കേട്ട് അവർ ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആ യുവാവ് ഫാദറിന് നേരെ ശബ്ദം ഉയർത്തി. എന്ത്, എൻ്റെ മക്കളെ അനാഥാലയത്തിൽ ചേർക്കണമെന്നോ? ഇല്ല ഫാദർ, അതൊരിക്കലും നടക്കില്ല. അയാളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ചേർക്കണമെന്ന് പറയാൻ ഫാദറിന് എങ്ങനെ തോന്നി? വിവരം കൂടിയവർക്ക് എന്തും പറയാമെന്നാണോ? ഇതും പറഞ്ഞ് ഇവിടേക്ക് വന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞു നിർത്തിയിട്ട് തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് ആ യുവതി ദേഷ്യത്തോടെ നിൽക്കുന്ന ഇരുവരെയും സമാധാനിപ്പിച്ച് ഫാദർ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കാൻ നിങ്ങൾക്കാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക പോംവഴി ഞാൻ പറഞ്ഞതാണ്. ഇതല്ലാതെ വേറൊരു മാർഗവും ഈ പ്രശ്നത്തിനില്ല. ജന്മം നൽകി വളർത്തി വലുതാക്കിയ പിതാവിനെ ജോലിത്തിരക്കിൻ്റെയും വീട്ടിലെ അസൗകര്യങ്ങളുടെയും പേരും പറഞ്ഞുകൊണ്ട് അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതേ അസൗകര്യങ്ങളും ജോലിത്തിരക്കും എല്ലാം ഉണ്ടായിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുമല്ല. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം വീട്ടിലെ അസൗകര്യമോ ജോലിത്തിരക്കുകളോ ഒന്നുമല്ല. പ്രായമായ പിതാവിനെ എന്നേക്കുമായി വീട്ടിൽ നിന്നും ഒഴിവാക്കണം. അതിനായി നിങ്ങൾ പലവിധ ന്യായങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നു മാത്രം. ഒരു നിമിഷം നിർത്തി ഫാദർ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇരുവരും നിശബ്ദരായി തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു കാലത്ത് ഇത്രയൊന്നും സൗകര്യങ്ങളും സമ്പത്തും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടിയും പട്ടിണി കിടന്നും ത്യാഗം സഹിച്ചുമെല്ലാമാണ് മാതാപിതാക്കൾ നിങ്ങളെ ഓരോരുത്തരെയും വളർത്തി വലുതാക്കിയത്. അന്നൊന്നും നിങ്ങൾക്കുള്ളതുപോലെയുള്ള നല്ല വീടോ ശമ്പളമുള്ള ജോലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നു കരുതി ഒരു മാതാപിതാക്കളും അവരുടെ കുട്ടികളെയോ മാതാപിതാക്കളെയോ ഉപേക്ഷിക്കുകയോ കൊന്നുകളയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇതുപോലെയുള്ള അനാഥ മന്ദിരങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം മാതാപിതാക്കളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നതിനോളം വലിയ തെറ്റല്ല സ്വന്തം കുട്ടികളെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നത്. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പറഞ്ഞു നിർത്തിയിട്ട് ഫാദർ മെല്ലെ എഴുന്നേറ്റ് വരാന്തയിലെ ചാരുബെഞ്ചിലിരുന്ന ആ പിതാവിൻ്റെ അരികിലേക്ക് നടന്നു. ഏതാനും സമയം ആ ദമ്പതികൾ തല കുമ്പിട്ട് മിണ്ടാതിരുന്നു. തുടർന്ന് ഫാദറിൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഫാദർ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് തെറ്റ് മനസ്സിലായിരിക്കുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ ആ തെറ്റ് ആവർത്തിക്കില്ല. ഫാദറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പിതാവിനെയും കൂട്ടി അവർ കാറിലേക്ക് കയറി. ഈ സമയം കാറിലിരുന്നു കൊണ്ട് ആ പിതാവ് നന്ദിയോടെ ഫാദറിനെ നോക്കി. ആ കണ്ണുകൾ ഈർന്നണിഞ്ഞിരുന്നത് ഫാദർ കണ്ടു. അത് നന്ദിയുടെയും കടപ്പാടിൻ്റെയും കണ്ണുനീരാണെന്ന് ഫാദറിന് തോന്നി.
ഫാദർ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആ പിതാവിന് നേരെ കൈവീശി കാണിച്ചു. ആ നിമിഷം ഫാദറിൻ്റെ മിഴികളിൽ നിന്നും ആനന്ദത്തിൻ്റെ ഏതാനും കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണിരുന്നു.